12 വർഷം കാനവാസം കഴിഞ്ഞ് 1 വർഷത്തെ അജ്ഞാതവാസം ഏതെങ്കിലും ഒരു നാട്ടിൽ കഴിച്ചുകൂട്ടണം. പാണ്ഡവർ 5 പേരും പാഞ്ചാലിയും വിരാട രാജധാനിയിൽ കഴിച്ചുകൂട്ടാൻ തീരുമാനിക്കുകയാണ്. പാണ്ഡവരുടെ ജീവിതം പ്രത്യേകമായ ചില രഹസ്യധാരണകളോട് കൂടിയായിരുന്നു. അരണ്യവാസകാലത്ത് ബൃഹദശ്വ മഹർഷിയിൽ നിന്ന് ലഭിച്ച അക്ഷഹൃദയ മന്ത്രത്തിന്റെ വൈഭവത്താൽ രാജാവുമായിട്ടുള്ള ചൂതുകളിയിൽ കങ്കനായ ധർമ്മപുത്രർ സദാ ജയം വരിച്ചുകൊണ്ടിരുന്നു. പന്തയത്തിൽ ജയിക്കുന്നതിൻ്റെ പേരിൽ കിട്ടിവന്ന ധനം അദ്ദേഹം അനുജന്മാർക്കായിട്ട് വീതിച്ചു കൊടുക്കുകയായിരുന്നു. ഭീമൻ പാചകക്കാരനായിരുന്നതിനാൽ ഭക്ഷണകാര്യത്തിൽ അവർക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. ഇഷ്ടം പോലെ ആഹാരം കഴിക്കാൻ സാധിച്ചതുകൊണ്ട് വലലൻ്റെ തടിയും ശക്തിയും വർദ്ധിക്കുകയും ചെയ്തു. ബൃഹന്തള എന്ന പേരിൽ നാട്യാചാര്യനായിരുന്ന ധനഞ്ജയന് സമ്മാനമായി ലഭിച്ചുകൊണ്ടിരുന്ന വിശേഷ വസ്ത്രങ്ങൾ സഹോദരന്മാർക്കായി നൽകപ്പെടുമായിരുന്നു. അശ്വസംരക്ഷണത്തിൽ പ്രതിഫലമായി നകുലന് ലഭിച്ച ധനവും സമ്മാനങ്ങളും അവൻ സഹോദരന്മാർക്കും സഹധർമ്മിണിക്കുമായി വീതിക്കുമായിരുന്നു. പശുപാലനായ സഹദേവൻ ജ്യേഷ്ഠന്മാർക്കും ദ്രൗപദിക്കും ഇഷ്ടം പോലെ പാലും വെണ്ണയൊക്കെ നൽകി അവർക്ക് ശരീരപോഷണം ചെയ്തു വന്നു. അങ്ങനെ പരസ്പരം സഹവർത്തിത്വത്തോടെ അവർ സന്തുഷ്ടിയോടും മനസ്സമാധാനത്തോടും കൂടി അവിടെ ആർക്കും സംശയം തോന്നാത്ത വിധം കഴിഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ രാജപത്നിയായ സുദേഷ്ണയുടെ അനുജനായ കീചകൻ വിരാട രാജധാനിയിൽ താമസിക്കുന്ന കാലായിരുന്നു. അവൻ അവിടുത്തെ മുഖ്യ സേനാനായകനുമായിരുന്നു. ദാസിയായ സൈരന്ധ്രിയുടെ അനന്യസാധാരണമായ സൗന്ദര്യ വിലാസം കണ്ട് അവളിൽ അത്യധികം അദ്ദേഹം കാമാതുരനായി. ഒരു ദിവസം അവൻ അവളോട് രഹസ്യമായി പറഞ്ഞു, അല്ലയോ സുന്ദരി രത്നമ്മേ, നീ എന്തിനിവിടെ ഇങ്ങനെ സദാ ദാസിയായിട്ട് ജീവിക്കണു? ഞാനൊന്നു പറയട്ടെ, മല്ലീശ്വരൻ്റെ വില്ലിനെ വെല്ലുന്ന നിന്റെ ചില്ലിക്കൊടികളുടെ തല്ലുകൊണ്ട് ഞാൻ ചാകാറായി. നിന്റെ തളിർമേനിയും കടാക്ഷ വിക്ഷേപങ്ങളും ചന്ദ്രികാചർച്ചിതമായ പുഞ്ചിരിയും ചെന്താമര വദനവും എനിക്ക് എപ്പോഴും കണ്ട് ആസ്വദിക്കാൻ നീ എൻ്റെ കൂടെ രമിക്കണം. ഞാൻ മരിക്കാതെ മരിച്ചു ജീവിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ അഭിലാഷം നീ സാധിച്ചു തരണം. എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഞാൻ രാജാവാകുമ്പോൾ നീ തന്നെയാണ് രാജ്ഞി. കീചകൻ കാമപരവശനായി സൈരന്ധ്രിയെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ശല്യം ചെയ്യും. പല അടവുകൾ അവൻ എടുത്തിട്ടും അവൾ വഴിപ്പെടുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. ഒടുവിൽ തൻ്റെ ദയനീയ സ്ഥിതിയെ നാണം വെടിഞ്ഞ് അവൻ സഹോദരിയെ അറിയിച്ചു. ഏതു വിധമെങ്കിലും സൈരന്ധ്രിയെ തൻ്റെ മുറിയിലേക്ക് പറഞ്ഞയക്കണം എന്ന് അവൻ സുദേഷ്ണയോട് അഭ്യർത്ഥിച്ചു. ഇല്ലെങ്കിൽ താൻ മരിച്ചു കളയും എന്നുവരെ അവൻ സഹോദരിയെ ഭയപ്പെടുത്തി. അവസാനം നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലെത്തിയപ്പോൾ ഒരു ദിവസം സുദേഷ്ണ കൃഷ്ണയോട് പറഞ്ഞു, സൈരന്ധ്രി, ഞാൻ കുറച്ച് വിശിഷ്ടമായ ഭോജ്യം തന്നയക്കാം. നീ അത് കീചകൻ്റെ മുറിയിൽ കൊണ്ടുചെന്ന് വെച്ചിട്ട് ഉടൻ ഇങ്ങോട്ട് പോന്നോളൂ. അവനത് സൗകര്യം പോലെ എടുത്ത് കഴിച്ചോളും. രാജ്ഞിയുടെ കൽപ്പന അനുസരിച്ച് യാതൊരു മടിയും പറയാതെ, എന്നാൽ ഭയമുണ്ട് താനും, സൈരന്ധ്രി ഭോജനപാത്രവും കയ്യിലെടുത്തുകൊണ്ട് കീചകൻ്റെ മുറിയിൽ പ്രവേശിച്ചു. പെട്ടെന്ന് അവൻ അവളെ കടന്നു പിടിക്കാൻ ഭാവിച്ചപ്പോൾ പേടിച്ച് വിറച്ച് പാത്രമൊക്കെ താഴ്ത്തിട്ട് അവളെ ഓടി അണച്ച് രാജസഭാതലത്തിൽ വന്ന് വീണു. അവളെ പിന്തുടർന്ന് ഓടി വന്ന കീചകൻ അവളുടെ അഴിഞ്ഞുകിടന്ന പുരികുഴൽ ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ചു. സഭയിലിരുന്നവർ അരുത് അരുത് എന്ന് വിലക്കിയിട്ടും അവനത് വകവെച്ചില്ല. ആ സമയം ആദിത്യൻ്റെ അനുഗ്രഹത്താൽ അദൃശ്യനായ ഒരു ഗന്ധർവൻ അവിടെ ഓടിയെത്തി കാമാർത്ഥനായ കീചകനെ തള്ളി ദൂരത്തെറിഞ്ഞു. അവൻ മുട്ടും കുത്തി പല്ലും ഇളകി തലയും പൊട്ടി താഴെ വീണു. ആളുകൾ അത് കണ്ട് പൊട്ടിച്ചിരിച്ചപ്പോൾ നാണക്കേടും മാനക്കേടും മൂലം അവൻ്റെ വേദന ശതഗുണീഭവിച്ചു എന്ന് പറയാം. അന്നു രാത്രി പാഞ്ചാലി കരഞ്ഞുകൊണ്ട് പകൽ നടന്ന വൃത്താന്തങ്ങൾ മുഴുവനും ഭീമസേനെ ധരിപ്പിച്ചു. അദ്ദേഹം പ്രിയതമ്മയുടെ അശ്രുകണങ്ങളൊക്കെ തുടച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നാളെ അവനെ കാണുമ്പോൾ സന്തോഷമൊക്കെ ഭാവിച്ച് അർദ്ധരാത്രിക്ക് കൂത്തരങ്ങുശാലയിൽ വരാൻ പറയും. അപ്പോൾ നിന്നെ അവിടെ കാണുമെന്നും അവൻ്റെ അഭീഷ്ടം സാധിച്ചു കൊടുക്കും കൂടി ധരിപ്പിക്കും. പറഞ്ഞതുപോലെ തന്നെ അവൾ പിറ്റേ ദിവസം കീചകനെ കണ്ടു വിവരം ധരിപ്പിച്ചു. പാതിരാ സമയത്തിനോടടുത്ത് മൃഗോദരൻ കൂത്തമ്പലത്തിലുള്ള മനോഹര തൽപ്പത്തിൽ വന്ന് കിടപ്പായി. ആളറിയാത്തവണ്ണം അവൻ്റെ ശരീരം ആപാദചൂടം പട്ടുവസ്ത്രത്താൽ മറയ്ക്കപ്പെട്ടിട്ടിരുന്നു. സമയം അടുത്തപ്പോൾ കീചകൻ ആഡംബര വസ്ത്രമാലാലങ്കൃതക്കായി സ്വർണ്ണ രത്നാഭരണങ്ങൾ അണിഞ്ഞ് ശരീരമാസകളം പരിമള തൈലങ്ങളൊക്കെ പൂശി അവിടെ കൂത്തമ്പലത്തിൽ വന്നു കയറി. നേരത്തെ വരാത്തത് കൊണ്ട് പരിഭവിച്ച് കിടക്കുകയായിരിക്കുമില്ലേ എന്ന് ലോഹ്യം പറഞ്ഞുകൊണ്ട് അവൻ ശയ്യയിൽ വന്നിരുന്നു അവളെ
പുണർന്നു. അപ്പോൾ അനിലപുത്രനും അവനെ തൻ്റെ ബലിഷ്ഠഹസ്തങ്ങളാൽ വട്ടം കെട്ടിപ്പിടിച്ചുകൊണ്ട് മാറോട് ചേർത്ത് അമർത്തി ഞെരിച്ചു. അവൻ്റെ എല്ലുകൾ ചടപടാന്നൊടിഞ്ഞു. അയ്യോ, വിടൂ വിടൂ എന്ന് കീചകൻ പ്രാണവേദനയോടെ നിലവിളിച്ചുകൊണ്ടിരുന്നു. ഭീമന്റെ കൈകൾ പിന്നെയും മുറുകി. കീചകൻ കിടന്ന് പിടച്ചു. മരണപരാക്രമത്തോടെ അവൻ കൈകാലുകൾ നിലത്തിട്ടടിച്ച് ശ്വാസം വിടാൻ വയ്യാതെ വായ് പൊളിച്ചു. കണ്ണുകൾ തുറിച്ചു. ഭീമൻ പിന്നെയും അവനെ അമർത്തിക്കൊണ്ടേയിരുന്നു. അതോടുകൂടി കീചകന്റെ ചങ്കും പൊട്ടി ചോര വായിൽ കൂടി പുറത്തേക്ക് ചാടി മരിച്ചു. ഇതൊന്നും അറിയാത്ത മട്ടിൽ മാരുതി അവിടെ നിന്നും എഴുന്നേറ്റ് എന്നും താൻ ശയിക്കാറുള്ള അടുക്കള മുറിയിലെ പെട്ടിപ്പുറത്ത് ചെന്ന് കിടന്നുറങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം പ്രഭാതത്തിൽ കീചകൻ നവദ്വാരങ്ങളിൽ നിന്നും രക്തം വന്ന് കേളി മണ്ഡപത്തിൽ മരിച്ചു കിടക്കുന്നതായി കാണപ്പെട്ടു. എല്ലാവരും വിവരം രാജഗൃഹത്തിലൊക്കെ അറിഞ്ഞു. തലേ ദിവസം സഭാതലത്തിൽ വെച്ച് അവനെ തള്ളി വീഴ്ത്തിയ അദൃശ്യനായ ആ ഗന്ധർവൻ തന്നെ ആയിരിക്കണം അവനെ വധിച്ചതെന്ന് എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ചു. ആ ഗന്ധർവൻ സൈരന്ധ്രിയുടെ ഒരു സ്വൈര കാമുകനായിരിക്കണമെന്നും കൂടി അവർ വിധി എഴുതി. രാജോചിതമായ വിധം കീചകന്റെ ജഡം ദഹിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ആരംഭിച്ചു. അവൻ്റെ ദാരുണ മരണത്തിന് ഹേതുഭൂതയായ സൈരന്ധ്രിയെ ജീവനോടെ മൃതശരീരത്തിനോട് ചേർത്ത് ബന്ധിച്ച് രണ്ടും കൂടി ഒപ്പം ദഹിപ്പിക്കണമെന്ന് കീചകന്റെ അനുജന്മാരാവശ്യപ്പെട്ടു. രാജാവ് അത് അനുവദിക്കുകയും ചെയ്തു. പക്ഷെ രാജ്ഞിയായ സുദേഷ്ണയ്ക്ക് അത് ഇഷ്ടമായിരുന്നില്ല. ഏതായാലും അനുജന്മാരും കുറെ കിങ്കരന്മാരൊക്കെ കൂടി സൈരന്ധ്രിയെ ബലമായി പിടിച്ച് പ്രേതത്തോട് ചേർത്ത് കെട്ടാൻ ഭാവിച്ചപ്പോൾ ഭീമസേനൻ തൻ്റെ അടുക്കള ആയുധമായ ചട്ടുകവും കയ്യിലെടുത്തുകൊണ്ട് അവിടേക്ക് പാഞ്ഞെത്തി. കോപം ജ്വലിക്കുന്ന സ്വരത്തിൽ ചോദിച്ചു, വല്ല ഗന്ധർവനും വന്ന് നിങ്ങളുടെ ജ്യേഷ്ഠനെ കൊന്നതിന് ഈ ദാസിയെ നിങ്ങൾ എന്തിനു കൊല്ലുന്നു? ഇവരെ എന്തു പഴച്ചു? അബലകളെയും ആശ്രിതരെയും ശിശുക്കളെയും പശുക്കളെയും ബ്രാഹ്മണരെയും ഉപദ്രവിക്കുന്നവരെ എതിർക്കുവാൻ ആർക്കും അധികാരമുണ്ട്. ഇവൾ അബലയാണ്, ആശ്രിതയാണ്. അതുകൊണ്ട് ഇവളെ രക്ഷിക്കാൻ പാചകക്കാരനാണെങ്കിലും എനിക്കും അധികാരമുണ്ട്. ഇതൊരു മനുഷ്യധർമ്മം കൂടിയാണ്. എന്ത് ന്യായം ചെയ്തുകൊണ്ട് ഇവളെ ഞാൻ ദഹിപ്പിക്കാൻ നിങ്ങളുടെ കൂടെ സമ്മതിക്കില്ല. എന്ത് ന്യായമാണ് നിങ്ങൾക്കിതിൽ പറയാനുള്ളത്? കീചകന്റെ ജഡത്തോടൊപ്പം ഇവളെയും ദഹിപ്പിക്കാൻ ഇവൾ അവൻ്റെ ഭാര്യയായിട്ടില്ലല്ലോ. ഞാൻ ആയുധപാണി അല്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന അക്രമത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. വിരാട രാജാവ് നിങ്ങളുടെ സ്യാലനായിരിക്കാം. അതുകൊണ്ട് എന്തും ചെയ്യാമെന്നാണോ നിങ്ങളുടെ അഹങ്കാരം? ഇതിനെ തുടർന്ന് കീചക അനുജന്മാരും നമ്മുടെ ഭീമസേനൻ തമ്മിൽ ഭയങ്കര മല്ലയുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഭീമസേനൻ ഒറ്റയ്ക്ക് കീചകന്റെ 105 അനുജന്മാരെയും നിഗ്രഹിച്ചു എന്നാണ് പറയണത്. വിരാട രാജാവ് അതുകൊണ്ട് ഭയപ്പെട്ട് ഭീമസേനോട് എതിർപ്പൊന്നും കാണിച്ചുമില്ല. പ്രിയമുള്ളവരെ, എൻ്റെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.